തന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹവും ഇതാ കൊടുത്തു വിടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊടുത്തുവിട്ട പൊതി പോലും ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചില്ല. അദ്ദേഹം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്കും ഞാനിതാ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഞങ്ങൾ ഭയക്കുന്നില്ല. ചരിത്രത്തിൽ കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് പിന്നീട് ഒരിക്കൽ പോലും ഒരാളുടെ മുന്നാകെ അവർ കൈ നീട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. പെൺമക്കൾ അധികരിച്ചതാകുന്ന സഹോദരങ്ങൾ ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിയ നിത്യമാക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതോദാൻ വേണ്ടി കൽപ്പിച്ചതും സ്ത്രീകളോടാണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ. നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സ്ത്രീ വിഭാഗത്തിന് സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മക്കൾ വിശുദ്ധമായ ഖുർആൻ വീട്ടിലോതട്ടെ, ആ വീട്ടിലെ ദാരിദ്ര്യം മാറട്ടെ. വാപ്പ പ്രവാസ ലോകത്താണ്, അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തന്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് പുറപ്പെട്ട പ്രിയപ്പെട്ട ഒപ്പ അദ്ദേഹം പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോ മകളിതാ ഖുർആൻ ഓതുകയാണ്. അല്ലാഹു അതിന്റെ കാരണമായി, ഭാര്യയുടെ ഖുർആൻ ഓതലിന്റെ കാരണമായി, പെൺമക്കളുടെയും ആൺമക്കളുടെയും ഖുർആൻ ഓത്തിന്റെ കാരണമായി വാപ്പയുടെ ജീവിതത്തിൽ ഇതാ സന്തോഷം നൽകുകയാണ്. വീട്ടിലെ മക്കള് ഖുർആൻ ഓതണം, അപ്പോഴേ വാപ്പയുടെ ജീവിതത്തിലും കച്ചവടത്തിലും ബർക്കത്തുണ്ടാവും. അല്ല, മക്കൾക്ക് ഫോൺ വിളിക്കുമ്പോ മുതൽ കാർ വേണോ മോനെ, കാർ എന്നാ പിടിച്ചോ, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഫോൺ വേണോ, S3 മതിയോ, അതെ S4 വേണം, 5S മതി, ഓക്കെ എന്നാ പിടിച്ചോ, ആ കൊടുക്ക, വേഗം തന്നെ അയച്ചു. എല്ലാം വേണ്ടതൊക്കെ മക്കൾക്ക് കൃത്യമായിട്ട് എല്ലാം കൊടുക്കുക വാപ്പ. മക്കള് വീട്ടിലിരുന്ന് നല്ല രസം കൊള്ളാവല്ലോ, ജിമിക്ക് കമ്മൽ കൊള്ളാം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതല്ലേ പരിപാടി. പിന്നെ എങ്ങനെ ശരിയാകും? പിന്നെ ഉസ്താദേ എനിക്ക് 100 കോഴിമുട്ട ഞാൻ തരാം നേർച്ചയിലേക്ക് ദ്വാരക്കെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഫായിദയില്ല. മക്കളെ മൊബൈൽ കയ്യിലിരിക്കുന്ന മൊബൈലും കൊണ്ട് തിരിച്ചു വാങ്ങി റിട്ടേൺ. ചില മക്കൾ വാപ്പ വാങ്ങിച്ചു കൊടുത്തൊന്നുമല്ല, കുട്ടികളുടെ കയ്യിൽ എങ്ങനെ മൊബൈൽ എത്തിയെന്ന് വാപ്പാക്ക് പോലും അറിയാൻ വരാം. കൂടിയ മൊബൈലൊക്കെ മക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വാപ്പാക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ മോൻ്റെ ഇരിക്കുന്നുണ്ടോ വലിയ മൊബൈലാണ്. അപ്പാടെ ഈ ചെറിയ നോക്കിയുടെ പഴയ സാധനം ഇരിക്കുന്നത്. എന്നാലും കുട്ടികളുടെ കയ്യിൽ അതിനേക്കാൾ വലിയ സ്ലൈറ്റ് പോലത്തെ വലിയ മൊബൈൽ എന്നാ വെച്ചോ, ടാബാണ് കുട്ടികളുടെ വലിയ മൊബൈൽ. ഇത് എവിടുന്നാടാന്ന് പോലും വാപ്പ ചോദിക്കുന്നില്ല, ഉമ്മയും ചോദിക്കുന്നില്ല. എവിടുന്നാണ് ഇത്? ആരെങ്കിലും പോക്കറ്റടിച്ച് കിട്ടിയ കാശ് കൊണ്ട് മക്കൾ വാങ്ങിച്ചാണോ? അതൊന്നും. കുട്ടികളുടെ വഴിവിട്ട ജീവിതത്തിന് ഉപയുക്തമാകുന്ന സാമ്പത്തിക സ്രോതസ് എവിടുന്നാണ് വരുന്നതെന്ന് തിരക്കാത്ത കാലഘട്ടമാണിത്. ശരിയല്ലേ? കുട്ടികൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഇതെവിടുന്നാണ്? നിനക്ക് ഈ പാൻ്റെ എവിടെ നിന്ന് കിട്ടിയാടാ? എവിടെ നിനക്ക് ഈ ടീഷർട്ട്? ആ പയ്യമായി ചോദിക്കുവോ? ഒരു ചോദ്യവും ഇല്ല. എവിടുന്നെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. ആ ചിന്താഗതി പാടില്ല. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്തതാകുന്ന ഒരു നയാ പൈസക്കുള്ള സാധനവും നമ്മുടെ കുട്ടികൾ ഇടണ്ട. മറ്റൊരാളുടെ വസ്ത്രം എന്തെങ്കിലും ആയിക്കോട്ടെ, ഹലാലല്ലാത്ത ഒന്നും ഇടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ? ഹദീസില്ലേ قال رسول الله صلى الله عليه وسلم ما نبت من الحرام فالنار أولى به. ഹറാമിലെ ഊട്ടപ്പെട്ടതാകുന്ന ശരീരങ്ങൾ തീർച്ചയായും നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ എവിടെയെങ്കിലും പോയിട്ട് കുഴിമന്തിയൊക്കെ അടിച്ചിട്ട് വരിക റാഹത്തായിട്ട്. എവിടുന്നാണത്? അപ്പാക്കും ഉമ്മാക്കൊന്നും അറിയണ്ട. വൈകിട്ട് ഞങ്ങൾ കഴിച്ചോട്ടോ, വയറ് ഫില്ലായി. എന്നാ ശരി മോനെ, അസ്സലാമു അലൈക്കും, പോയി കിടന്ന് ഉറങ്ങിക്കോളെ. പറ്റൂല. നീ എവിടെ നിന്ന് ആരം കഴിച്ചു? അത് ഇന്ന കടയിൽ നിന്ന്. എന്താ അവിടെ പോകാൻ കാരണം? നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടിയത്? ചോദിക്കണം, വാപ്പായ്മ ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. ഈ കാലഘട്ടം അങ്ങനെയാണ്, വഴിവിട്ട കാലഘട്ടമാണ്. മോശപ്പെട്ട രീതിയിൽ നിന്നാണോ ഇവർക്ക് ഈ പണം കിട്ടിയത്? അതറിയാൻ വേണ്ടിയാണ് വാപ്പ ചോദിക്കണം. അതിന് ഉമ്മാക്ക് ചോദിക്കാൻ അധികാരമുണ്ട്, അവർ ചോദിച്ചേ പറ്റൂ. നമ്മുടെ മക്കളെ തർബിയത്ത് തന്നെ അങ്ങനെ, അത് ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം.
പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ഒരുപക്ഷെ പരിപൂർണ്ണ ശ്രദ്ധ ഉപ്പക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഉമ്മ അവിടെ ഒന്ന് ഹൈജാക്ക് ചെയ്ത് അവരുടെ കുട്ടികളുടെ മുന്നിൽ ഒരു വാപ്പയുടെ റോൾ ഉമ്മ എടുക്കണം, അല്ലെങ്കിൽ സ്വന്തം എളാപ്പയെ ഏൽപ്പിക്കണം. അവന്റെ തർബിയത്ത് മറ്റൊരു ഉപ്പയിൽ, മറ്റൊരാളിൽ, അഥവാ ഒന്നില്ലെങ്കിൽ മൂത്താപ്പയിൽ അല്ലെങ്കിൽ എളാപ്പയിൽ ആരെങ്കിലും ഒരാളിൽ വാപ്പ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മക്കളെ തർബിയത്ത് ചെയ്യണം കറക്റ്റായിട്ട്, അല്ലെങ്കിൽ വലിയ വിഷയമാണ്. കാലഘട്ടം വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അതാ ബൈത്തുൽ മാൽ വാങ്ങിക്കൊണ്ടുവരുന്ന റേഷൻ വാങ്ങിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അരി കൊടുത്തു, ഗോതമ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണപ്പാത്രം ഇങ്ങനെ മാറ്റി വെച്ചു. എണ്ണയുടെ വലിയൊരു വീപ്പ. ആ എണ്ണയുടെ വീപ്പയിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കുക. ഓരോരുത്തരൊരു പാത്രം കൊണ്ടുവരും, അളവുണ്ട്, അതിലിങ്ങനെ കൊടുക്കുകയാണ്, കയ്യിൽ ഇങ്ങനെ കൊടുക്കുക. കൊടുത്ത ഓരോ ജാറ് തീരുമ്പോഴത്തേക്ക് അതിങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അവിടെ ഒരു പയ്യനിരിപ്പുണ്ട്. അവനിങ്ങനെ ആ ജാറിന് സുള്ളു വടിച്ചു വെച്ചിരിക്കുക. എന്നാലും ജാറ് നമ്മൾ വെളിച്ചെണ്ണ പാത്രം വടിച്ചാലും പാക്കറ്റ് വടിച്ചാലും അതിന്റെ ലാസ്റ്റ് അതിന് അല്പം ഉണ്ടാവും, സ്വല്പം ഉണ്ടാവുള്ളൂ, കുറച്ചും ഉണ്ടാവും. അത് ഈ ചെക്കൻ എന്ത് ചെയ്യാണ്, ഇവനിങ്ങനെ കൈയിട്ടിട്ട്, കുണ്ടൻ അതിനകത്ത് കൈയിട്ടിട്ട് ഇവനിങ്ങനെ പതുക്കെ തലയിൽ ഇങ്ങനെ തേക്കുക, മുടിയിലൊക്കെ. അല്ല സൽമാൻ ഖാൻ ഷോ കാണിക്കുക, ഇങ്ങനെ മുടിയിലെല്ലാം തേച്ച് വെച്ച് നല്ല റാഹത്ത്, മുടിയിലെല്ലാം ഇട്ട് ഇതിങ്ങനെ തേക്കുക. മുടി മൊത്തം എന്താക്കി, എണ്ണയാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി, ഇവനെ നോക്കിയപ്പോൾ മുടിയെല്ലാം നല്ല എണ്ണയിട്ട് നല്ല റാഹത്ത്. ഉമർ റളിയല്ലാഹു അൻഹു അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഓസ്താനെയും വിളിച്ചു, മുടി വെട്ടുന്ന ആളെയും വിളിച്ചു. ഓസ്താനെന്നല്ലേ ഇവിടെ പറയും, ഹല്ലാക്ക് അല്ലേ, മുടി വെട്ടുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇവന്റെ മുടി മൊത്തം അങ്ങ് പഠിച്ചേ. കാരണം ഇവന്റെ മുടിക്ക് എന്താണ്, ബൈത്തുൽ മാലിലെ എണ്ണയോട് വലിയ പ്രേമമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവന്റെ മുടി ഇങ്ങ് പഠിച്ചെടുത്തേക്കാൻ പറഞ്ഞു. ആര്? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അപ്പൊ പലർക്കും ഒരു അമർഷം ഉണ്ടായി. അവിടെ ഉള്ളവരൊക്കെ ചിലരിങ്ങനെ പിറുപിറുത്തു, എന്നാലും കുട്ടിയെ മൊട്ടയടിപ്പിക്കണ്ടായിരുന്നു, അല്ല തലയിലെ എണ്ണ കഴി വിട്ടാൽ മതിയായിരുന്നല്ലോ, മൊട്ടയടിപ്പിച്ചത് അത്ര. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുട്ടിയെ നാളെ നരകത്തിൽ എറിയപ്പെടുന്നതാണോ ഇഷ്ടം, അതല്ല അവന്റെ മുടി ഇപ്പൊ തൽക്കാലം ഒന്ന് വടിച്ചെടുത്തതാണോ പ്രശ്നം? കാരണം ഈ മുടി ഇപ്പോൾ വടിച്ചെടുത്ത് നാളെ മുടി 4 മുകളിൽ കിടക്കും, 2 ആഴ്ച കഴിയുമ്പോൾ പഴയ പോലെ മുടിയാവും. പക്ഷെ ഇവരെ ഇതോടുകൂടി ചിലപ്പോൾ നരകത്തിലേക്ക് അവന്റെ ശരീരം മൊത്തം ഇടാൻ നിബന്ധനമാണ്. അവൻ നരകത്തിലേക്ക് പോകാതിരിക്കാനാണ് അവന്റെ മുടി മൊത്തത്തിൽ ഞാൻ മുണ്ടനം ചെയ്തത് എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഹലാല് ശ്രദ്ധിക്കണം നമ്മള്. ഇത് തലയിൽ തേച്ചത്, നമ്മുടെ മക്കൾ അവിടെ ഇവിടെ പോയി കുഴിമന്തി അടിക്കുക റാഹത്തായിട്ട്, ഇതെല്ലാം ഉള്ളിക്ക് പോവുക. ഇങ്ങോട്ടാ പോകുന്നത്? മറ്റേത് തലയെ തേച്ച ഒരു എണ്ണയുടെ കഥ ഈ പറയുന്നത്, മുട്ടയടിച്ച് വിട്ടത്. മറ്റേ ഉള്ളിലോട്ട് പോകുന്നതിന്റെ ഹിസാബ് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണേ. ഈ ആരോഗ്യ സമയത്തുള്ളതാകുന്ന അമലുകളെ നീ ശ്രദ്ധിക്കണേ. അല്ലാഹു നിനക്ക് എത്രയെത്രതാകുന്ന അനുഗ്രഹങ്ങളാണ് നൽകിയത്. നിനക്ക് കൈകാലുകൾ നൽകിയില്ലയോ? നിനക്ക് ശ്വസിക്കാനുള്ളതാകുന്ന ശ്വസനശേഷി അല്ലാഹു നൽകിയില്ലയോ? ഭക്ഷണങ്ങൾ നല്ലതുപോലെ വായിൽ വെച്ചുകൊണ്ട് ചവച്ചരയ്ക്കാനുള്ള കഴിവും അത് ഉമനീര് രൂപത്തിൽ നിനക്കത് ഉള്ളിലേക്ക് ഇറക്കാനുള്ള കഴിവും അല്ലാഹു നിനക്ക് നൽകിയില്ലയോ? അല്ലാഹു നിനക്ക് നൽകിയതാകുന്ന കഴിവുകളെ എന്തേ മനുഷ്യ നീ ഒന്ന് ചിന്തിക്കാത്തത്? ഇന്ന അവ്വല മാ യസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിൻ നഈം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുക, മനുഷ്യ മാനവാ, നിനക്ക് നൽകിയ അനുഗ്രഹമാണ്, നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹു നിന്നോട് ചോദിക്കുമത്രേ, അലം നുസഹി ജിസ്മക വനുറവീക മിനൽ മാഇൽ ബാരിദ്. നിന്റെ ശരീരത്തെ നാം ആരോഗ്യമുള്ളതാക്കിയില്ലയോ? ആരോഗ്യദൃഢഗാത്രനാകുന്ന സഹോദരനല്ലയോ? നിന്റെ കൈകാലുകൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, ഒരു പ്രയാസവുമില്ലല്ലോ. ജനിച്ചത് മുതൽ നിനക്കിതാ 5 വിരലുകൾ വലത് കയ്യിലില്ലയോ? 5 വിരൽ ഇടത് കയ്യിലില്ലയോ? 5 വിരലുകളതാ വലത് കാലിലില്ലയോ? 5 വിരലുകൾ ഇടത് കാലിലില്ലയോ? നിനക്കിതാ സാധാരണ ഒരു മനുഷ്യന്റെ രൂപഭാവങ്ങൾ അല്ലാഹു നിനക്ക് സമ്മാനിച്ചില്ലയോ? തബാറകല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികൾ വെച്ച് ഏറ്റവും അത്യുത്തമനായി മനുഷ്യ നിന്നെ നാം പടച്ചില്ലയോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും
പലിശ തിന്നുകൊണ്ടും ഹറാമ് ഭുജിച്ചുകൊണ്ടും നടന്ന മനുഷ്യ, അവസാനമായിട്ട് ഈ ലോകത്ത് നിന്ന് നീ വിട പറയുമ്പോ നിന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുമ്പോ ഇതാ നിന്നോട് ചോദിക്കുകയാണ്, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, അയിന ബദനുകൽ ഖവീ വമാ അദഅഫഹുല്ലോ, നീ നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നല്ലോ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ, ആരോഗ്യമുള്ളതായ യുവതിയായിരുന്നല്ലോ, എന്ത് പറ്റിയടാ നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയതെന്താ? മലക്ക് നിന്നോട് ചോദിക്കും, നബിയുനാ റസൂലുള്ളാഹി ബക്കറ്റ് വേവുണ്ടോ? ബിസ്മില്ലാ. അല്ലാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയത്തുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ കൊടുക്കുക, നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ്. ഓരോരുത്തർക്കും നല്ല നിയ്യത്തുണ്ടാകും, ആ നിയ്യത്ത് വെച്ച് കൊടുക്കുക. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുക. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. നമ്മളുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും അല്ലാഹു സാലിഹ്യങ്ങളിലും സാലിഹാത്തുകളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ സാമ്പത്തികം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ സ്വതക്ക തന്നെ മക്കൾ സ്വാലിഹ്യങ്ങളാകുക എന്നുള്ള നിയ്യത്തായിക്കോട്ടെ. ഓരോ ദിവസം ഓരോന്ന്, കൂട്ടത്തിൽ എത്ര നിയ്യത്തോടെയും വെക്കാം. ഒരാൾ ഒരു സ്വതക്ക ചെയ്യുന്നു, 10,000 നിയ്യത്ത് ഒന്നിച്ച് വെക്കാൻ പറ്റുമോ? ഇബ്നു ഹജർ തങ്ങളോട് ഫതാവൽ ഹദീസിൽ ചോദ്യമുണ്ട്, പറ്റുമെന്നാണ്. ഒരു സ്വതക്ക കൊടുക്കാൻ ഒരുപാട് നിയ്യത്തുണ്ട് അദ്ദേഹത്തിന്, ഹാസിലാകുമോ? അതെല്ലാം കൂടി കരുതാൻ പറ്റുമോ? പറ്റും. എല്ലാ നിയ്യത്തും കരുതാൻ പറ്റും. എത്ര നിയ്യത്ത് കൂട്ടുന്നോ അത്രയും നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയ്യത്തുകളെല്ലാം തന്നെ അല്ലാഹു സാധൂകരിച്ച് നൽകട്ടെ. ഹലാലായ സാമ്പത്തിക അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ, കൂട്ടുകുടുംബാദികളെ, ഭാര്യ സന്താനങ്ങളെ, മരുമക്കളെ എല്ലാവരെയും അല്ലാഹു സാലിഹികളിലും സാലിഹാത്തുകളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്ക്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. വേഗം ഇവിടെ ശ്രദ്ധിക്കും. വേഗം നിർത്തും. ആരെയും മുഷിപ്പിക്കൂല. ഇനിയും വയലുള്ളല്ലേ, നാളെ മറ്റന്നാളും ഒക്കെ വയലു അല്ലേ? അല്ലേ നിസാർ ഭായി? അതില്ലേ ഒരു വട്ടം പറഞ്ഞില്ലേ? അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുന്ന സന്ദർഭമാണ് ഈ പറയുന്നത്. ഒരാളുടെ അടുക്കൽ വന്നുകൊണ്ട് മലക്ക് വന്നിട്ട് ചോദിക്കും, ആദമിന്റെ പൊന്നുമോനെ, നിന്റെ ശരീരത്തിൽ എന്ത് പറ്റി? എന്താണ് നീ ചെയ്തത്? നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്? അതേ മലക്ക് തന്നെ 2 ചോദ്യം കൂടി ചോദിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. 2 ചോദ്യം കൂടി. രണ്ട് ചോദ്യം കൂടി ചോദിക്കും. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പിരിയാം. ദുആയിരുന്നു പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? നിന്റെ ആരോഗ്യത്തിന് എന്ത് പറ്റി? ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചത് എന്താണ്? قال رسول الله صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് അവന്റെ കാതിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ ശരീരത്തിലെ നാവിനെ അശക്തമാക്കിയതെന്താണ്? നിന്റെ നാവിനെന്ത് പറ്റിയടാ? നിന്റെ നാവിനെന്ത് പറ്റിയടാ? വമാ അസ്കതഹുൽ നാവിനെ അശക്തമാക്കിയതെന്താണ്? നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ? എന്ത് പറ്റി നിന്റെ നാവിന്? ദുനിയാവിന് നീ വലിയ വാക്ചാതുര്യമുള്ളവനായിരുന്നല്ലോ, ഒരുപാട് സംസാരിക്കുന്നവനായിരുന്നല്ലോ. ചില ആളുകളുണ്ട്, ജനങ്ങൾക്കിടയിൽ ആളുകളെ 10 ആളുകൾ കിട്ടിയ പിന്നെ വാ തുറന്ന പിന്നെ നിർത്തൂല. ഫോൺ വിളിച്ചാലും അങ്ങനെ തന്നെയാണ്, വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ നിർത്തൂല. അങ്ങനത്തെ സംസാരപ്രിയ. അവരുടെയൊക്കെ നാവിനെ നിശ്ചലമാവുകയാണ് മരണാസന്ന സമയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ നല്ല നാവ് എവിടെ? വാക്ചാതുര്യം ഉണ്ടായിരുന്ന നിന്റെ നാവ് എവിടെ പോയി? നാവിനെ അശക്തപ്പെടുത്തിയത് എന്താണ്?
നാവ് കൊണ്ട് ദുനിയാവിൽ അശ്ലീലത സംസാരിച്ചിരുന്നവർ, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ മൂളിപ്പാട്ടിലൂടെ പാടിക്കൊണ്ടിരുന്നവർ, സിനിമകളും സീരിയലും കണ്ടിട്ട് പാതിരാത്രി സമയത്ത് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നവർ ഒക്കെ ചിന്തിക്കുന്നു, ഒക്കെ തൗബ ചെയ്ത് മടങ്ങി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാവിനെ ശ്രദ്ധിച്ചേ പറ്റൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനിതാ കടന്നു വരുകയാണ്. ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബി ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ഒന്ന് ഉപദേശിക്കണേ നബിയേ, എനിക്കൊരു നിർദ്ദേശം നൽകണേ നബിയേ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ യുസ്റാ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുഫൻ കഹാദാ കുഫൻ കഹാദാ, ഈ നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിനെ ശ്രദ്ധിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ വിഷയമാണ് നമ്മുടെ നാവെന്ന് പറഞ്ഞാൽ. പലരും അശ്രദ്ധരായി പോകുന്നത് ഈ നാവ് കൊണ്ടാണ്. നമസ്കാരമുള്ള നല്ല ഹാജിയാര്, നല്ല ഇബാദത്ത് എടുക്കുന്ന സഹോദരിമാർ, അവരുടെയൊക്കെ നാവ് ചിലപ്പോൾ പിഴയ്ക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാവ് പിഴച്ചു പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞ സ്വഹാബിയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് 5 വഖത്ത് നമസ്കരിക്കൂ എന്നല്ല, സകാത്ത് കൊടുക്കൂ എന്നല്ല, ഹജ്ജ് കൃത്യമായി നിർവഹിക്കൂ എന്നല്ല, പാവങ്ങളെ സഹായിക്കൂ, നിരാലംബർക്ക് അവലംബമാകൂ എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത് കുഫൻ കഹാദാ, നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ഹറാം സംസാരത്തെ തൊട്ട് ശ്രദ്ധിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഹറാമിനെ തൊട്ട് ശ്രദ്ധിക്കുക. ഹറാം ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല, ഒരാളെ കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല, ഒരാളെ സദസ്സിലില്ലാത്തപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല, അവരെ കുറിച്ച് ദൂഷണം പറയുക, പരദൂഷണം പറയാൻ നമീമത്ത് പറയാൻ പാടില്ല. നമ്മുടെ നാവ് ശ്രദ്ധിക്കണം. അമലുകൾ പൊളിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇന്നത്തെ സമൂഹത്തിന് പറ്റിയ വീഴ്ച ഇവിടെയാണ്. പള്ളിയിൽ നിസ്കരിക്കും, മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് കൂട്ടം കൂടി എന്നിട്ട് ഇങ്ങനെ കഥ പറയും. പള്ളിയിലെ മൂല്യാര്, നാട്ടിലുള്ള മുത്തലിങ്ങള്, നാട്ടുകാര്, അവരവന് ഇവന് എല്ലാ കഥയും പറഞ്ഞു. ഇക്കാര്യത്തിന്റെ കൂലിയില്ല. ഇതിനു മുമ്പ് 10 പ്രാവശ്യം പള്ളി കയറിയായിരുന്നു, അതിന്റെ കൂലിയില്ല. എല്ലാം ഹറാത്തിലാക്കിയിട്ട് പോകുന്നു. ടാറ്റ ബൈബി, ഇനി അടുത്ത വക്കത്തിൽ കാണാം. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിന്നിട്ട് ഇത് തന്നെ പരിപാടി. എല്ലാവരും അല്ല, ചില ആളുകൾ അവർ റെഡിയാണ്ടേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറർതു ബിഖൗമിൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഫഖാലൂ, ഉടനെ അവർ പറയുകയാണ്, ഫവല്ലാഹി മാ തഇംനൽ ലൗമ തആമാ, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല നബിയേ, ഒന്നും തന്നെ ഭുജിച്ചിട്ടില്ല നബിയേ, ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എങ്ങനെയാണ് അവിടുന്ന് പല്ല് കുത്താൻ പറയാൻ തോന്നിയത് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അവരുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ, അദ്ദേഹത്തെ കുറിച്ച് മോശത്തരം പറഞ്ഞില്ലയോ, അദ്ദേഹമില്ലാത്ത സന്ദർഭത്തിൽ ഗീബത്ത് പറഞ്ഞില്ലയോ, ദൂഷണം പറഞ്ഞില്ലയോ? അങ്ങനെ പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ, അതാണ് നിങ്ങളോട്
കുത്തിക്കളയാൻ പറഞ്ഞത് തഖല്ലലൂ തഖല്ലലൂ, ഒന്ന് പല്ലുകുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകളുണ്ട് എന്നതിലേക്കുള്ള സൂചനയാ. നാട്ടിലൊരു പാവപ്പെട്ടതാകുന്ന സഹോദരന് കല്യാണാലോചന കടന്നു വരുമ്പോ, നാട്ടിലേക്ക് ആരെങ്കിലും ബ്രോക്കർമാർ ആലോചനയായി വരുമ്പോ, അവൻ കള്ളുകുടിയനാണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാരെ തിരിച്ചയക്കുന്നവരില്ലയോ? സൂക്ഷിക്കണേ, നാവിനെ വളരെ ശ്രദ്ധിക്കണേ. 30-38 ഏജായിട്ട് പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ അകത്തടങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുമ്പോ, ശ്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാ എനിക്ക് നല്ല ഒരു മാരനെ കിട്ടണേ അല്ലാ, നല്ല ഒരു സഹോദരനെ നൽകണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു പാവപ്പെട്ട പെൺകുടി അവരുടെ വീട്ടിലേക്ക് ഏതോ ഒരു ദീനിയത്തായ പെണ്ണ് നാട്ടിലുണ്ടെന്നറിഞ്ഞ് ഒരു ബ്രോക്കർ നാട്ടിലേക്ക് എത്തുമ്പോ, ആ പെണ്ണ് മോശപ്പെട്ടവളാണ്, അതുകൊണ്ടാണ് 38 ഏജായത്, അവളെ ആരും വിവാഹം കഴിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാരെ തിരിച്ചയക്കുന്നവരില്ലയോ? നാവിനെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ, നാവിനെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദരാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ ഒരു മരണ വീട്ടിലേക്ക് പോവുകയാണ്. മരിച്ചു കിടക്കുന്ന അൻസാരിയാകുന്ന സഹാബിയുടെ മുഖത്ത് നോക്കുമ്പോ പുഞ്ചിരിക്കുകയാണ്. ഉടനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹാബി പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയണേ. അങ്ങ് ധാരാളം സഹാബികളെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലയോ? അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ? അലി ഇബ്നു അബീ താലിബിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ത്വൽഹയെ കുറിച്ച് പറഞ്ഞില്ലയോ? സുബൈറിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ബിലാലിനെ കുറിച്ച് പറഞ്ഞില്ലയോ? അതുകൊണ്ട് നബിയേ അവിടുന്ന് നിർബന്ധമായും ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയണേ. അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് തങ്ങളെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് സമാധാനമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തതായ മറുപടി പരയങ്ങാനത്തുള്ള കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരറിയണേ. നാവ് കൊണ്ട് മോശത്തരം പറയുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? അവരറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അതാ സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലാ ഇല്ല ഇവൻ സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? ഫലഅല്ലഹു വയതകല്ലമ ഫീമാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകാം. സ്വഹാബാ, ജനങ്ങളെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്വഹാബി വര്യൻ അനാവശ്യമാകുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ചിന്തിക്കണേ ഉമ്മ, നാവിനെ ശ്രദ്ധിക്കണേ. ഈ നാവ് കൊണ്ട് സ്വർഗത്തിലെത്താം, ഈ നാവ് കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലൈലത്തുൻ നുസ്രിയ ബീന സമാ, ആകാശാരോഹണം നടത്തിയ രാവിൽ ഞാനൊരു പെണ്ണിനെ കാണുകയാണ്. റഅയ്തു ഇംറാതാ, കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിൽ ഒരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ, എങ്ങനത്തെ പെണ്ണാണ്? മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്വാനതി മിനന്നാർ, നരകത്തിലെ തൂണിനോട് ബന്ധിച്ച് അവരുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്, നാവിനെ വലിച്ചു ബന്ധിച്ചിരിക്കുകയാണ്, നരകത്തിൽ തൂണിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങൾ പാറിക്കുന്നതായ നരകത്തിന്റെ ഭീമാകാരമായ തൂണ്, ആ തൂണിനോട് ബന്ധിച്ച് അവരുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻഹാഉലാഇ യാ ജിബ്രീൽ, മൻഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ഈ കൂട്ടർ ജിബ്രീലേ? ഏത് പെണ്ണിനെയാണ് ഇത്ര ബുദ്ധിമുട്ടിൽ ഇത്ര പ്രയാസത്തിൽ ഈ പെണ്ണിനെ ശിക്ഷിക്കുന്നത്? ഏത് പെണ്ണാണെന്ന് ചോദിക്കുമ്പോ
ഫഖാല ലി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഇതേത് പെണ്ണെന്നറിയുമോ? ദുനിയാവിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞവളാണ്. സ്വന്തം ഭർത്താവ് പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവാണ്. അദ്ദേഹം നാട്ടിലേക്ക് തനിച്ചയച്ചു തരുന്നതാകുന്ന പണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികളോട്, കൂട്ടുകാരികളോട്, നാട്ടുകാരോട്, കുടുംബത്തിലെ വാട്സാപ്പ് കൂട്ടായ്മയോട് അതാ വാട്സാപ്പിലിട്ടുകൊണ്ട് കമന്റ് കൊടുക്കുന്ന പെണ്ണാണ്. നാവ് കൊണ്ട് സംസാരിക്കുന്ന പെണ്ണാണ്. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ് നബിയേ. അഥവാ ദുനിയാവിൽ അന്യരാകുന്ന ആളുകളെ കുറിച്ച് മോശത്തരം പറഞ്ഞു നടക്കുന്നവളാണ് നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മകളായ ഫാത്തിമയോട് ഈ ചരിത്രം പറയുകയാണ്. ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ ഇത്തഖിന്നാർ വലോ ബിശഖി തംറ, നരകത്തെ സൂക്ഷിക്കണേ ഫാത്തിമ, നരകത്തെ സൂക്ഷിക്കണേ ഫാത്തിമ. ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടെങ്കിലും ആ നരകത്തെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണെന്ത്? നാവിനെ ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് മോശത്തരത്തിലേക്ക് എത്തും. ഈ നാവ് കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് എത്തിയവരുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നാവ് കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് എത്തിയവരുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ സൗഭാഗ്യം ലഭിച്ച വിഭാഗത്തിൽ ഉലമാക്കൾ എണ്ണിയിരിക്കുന്നു. ആരെയാണ്? നമസ്കാരം 5 വഖത്ത് നിർവഹിച്ചവരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ നാവ് കൊണ്ട് കലിമ ഉച്ചരിക്കാൻ പറ്റും. ഉറക്കെ നല്ല ഉറക്കെ ചെല്ലാൻ പറ്റും. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിത്തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിനേക്കാൾ വലുതൊന്നും വേണ്ട. കാരണം നമ്മൾ മരിക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ നാട്ടിലായിരിക്കൂല, വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ യാത്രാമധ്യയിലായിരിക്കും, ഇല്ലെങ്കിൽ വാഹനത്തിലായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലായിരിക്കും. പക്ഷെ നമ്മൾ റൂമിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മരണം വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ തൊട്ടടുത്ത് ഭാര്യയോ മക്കളോ കുടുംബങ്ങളോ ഒന്നും ചിലപ്പോൾ കണ്ടെന്ന് വരൂല. പക്ഷെ ഒരാൾ നമ്മുടെ അടുത്തുണ്ടാവും. അതാരാണ്? അസ്രായീൽ. ഉറപ്പായിട്ടുണ്ടാവും. മൂപ്പരല്ലേ റൂഹ് പിടിക്കാൻ വരുന്ന ആൾ. അസ്രായീൽ അലൈഹിസ്സലാം ഉറപ്പായിട്ടുണ്ടാകും. എന്നാൽ നീ പേടിക്കണ്ട. നീ 5 നേരം നമസ്കാരം ചിട്ടവച്ചാൽ അസ്രായീൽ അലൈഹിസ്സലാം നിനക്ക് കലിമ ചൊല്ലിത്തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനൊരു ചരിത്രം കൂടി പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ വേഗം നിർത്താൻ പോവാണ്. വളരെ ശ്രദ്ധിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണാസന്നനായ ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോ അതാ അൻസാരിയാകുന്ന സ്വഹാബി കലിമ ചൊല്ലുകയാണ്. സ്വഹാബത്ത് ആദ്യം പറഞ്ഞു, നബി ഇന്ന സ്വഹാബി മരണവപ്രാളത്തിലാണ്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഞങ്ങൾ പോവാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാനും വരുന്നു, അൻസാരിയായ സ്വഹാബിയാണ്. നബി അവിടെ ചെന്നപ്പോ അദ്ദേഹം കലിമ ചൊല്ലുകയാണ്. ഉടനെ ചെല്ലുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉർഫഖ് ബി സാഹിബി. അസ്രായീൽ ഇതെന്റെ കൂട്ടുകാരനാണ് കേട്ടോ, ഒന്ന് മയത്തി പിടിക്കണം, മയത്തി ചെയ്യണം. നമ്മളങ്ങനെയാണല്ലോ, ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയും നമ്മുടെ ആളാണ് കേട്ടോ, ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തേക്കണം എന്ന് പറയൂലേ. എന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുക അടയാളം എടുത്തിട്ട്, അസ്രായീലേ നമ്മുടെ കൂട്ടുകാരൻ ഉർഫഖ് ബി സാഹിബി, എന്റെ കൂട്ടുകാരനാണ്, അവനോടൊന്ന് മയത്തിൽ ചെയ്യണേ, മയം ചെയ്യണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഉടനെ അസ്രായീൽ അലൈഹിസ്സലാം കൊടുത്തൊരു മറുപടി ഉണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടത്. ഫഖാല അസ്രായീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഫവല്ലാഹി ഫഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്.
അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഹബീബേ. എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ മയത്തോടുകൂടി പെരുമാറുന്നവനാണ്. മുഅ്മിനീങ്ങളുടെ മയത്തോടുകൂടി അല്ലാതെ ഞാൻ പെരുമാറുകയില്ല ഹബീബേ. എന്തേ കാരണം? ഇവൻ മുഅ്മിനാണെന്ന് എനിക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിച്ചത്? അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഈ കിടക്കുന്ന സഹാബി മുഅ്മിനാണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ഇദ്ദേഹം മുഅ്മിനാണ് നബിയേ. വഇന്നി അതസഫഹും കുല്ല യൗമിൻ 5 മർറാ. 5 നേരം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ കേൾക്കുമ്പോ പരിയങ്ങാനും ജമാഅത്തിന്റെ പരിസരത്തിലുള്ള സഹോദരങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ വീടിന്റെ അകത്തളങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നതായ പ്രിയപ്പെട്ട ഉമ്മ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, വഇന്നി അതസഫഹും കുല്ല യൗമിൻ 5 മർറാ. 5 നേരം നമസ്കരിക്കുന്ന ആളുകൾക്ക് ഞാൻ മുസാഫഹത്ത് ചെയ്യാറുണ്ട് നബിയേ. അവരുടെ കൈക്ക് ഞാൻ പിടിക്കാറുണ്ട് നബിയേ. അങ്ങനെ കൈക്ക് പിടിക്കുന്നതിലൂടെ നമസ്കാരം 5 നേരം നിർവഹിക്കുന്ന സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അവരുടെ കൈക്ക് പിടിച്ച് ഞാൻ മുസാഫഹത്ത് ചെയ്യാറുണ്ട് നബിയേ. അങ്ങനെ കൈക്ക് പിടിക്കുന്ന ആളുകൾ മുഅ്മിനാണ്, മുഅ്മിനാണ്. അവർക്ക് ഞാൻ മയത്തോടു കൂടി അല്ലാതെ ആത്മാവിനെ പിടിക്കുകയില്ല റസൂലേ. തീർന്നില്ല, തീർന്നില്ല. വഇന്നി ഉലഖിൻഹു ഇൻദൽ മൗത്ത്, വഇന്നി ഉലഖിൻഹു ഇൻദൽ മൗത്ത്. അവൻ മരണാസന്നനായി കിടക്കുന്ന വേളയിൽ അവന് ഞാൻ കലിമ ചൊല്ലിക്കൊടുക്കും നബിയെ. അവന്റെ തൊള്ളയിലേക്ക് ഇതാ അവന്റെ നാവിനെ ശബ്ദിപ്പിക്കും നബിയെ. അവന്റെ കാതിലിന്റെ അറ്റത്ത് ചെന്നുകൊണ്ട് ചെല്ലടാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അവനെ കൊണ്ട് കലിമ ചൊല്ലിച്ചതിന് ശേഷമേ അവന്റെ ആത്മാവിനെ പരിപൂർണമായി ഞാൻ പിടിക്കുള്ളൂ എന്ന് അസ്റായീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ നാവിന് കിട്ടുന്ന വലിയൊരു തൗഫീഖാണ്. എങ്ങനെയാണ് ഈ നാവിനത് കിട്ടിയത്? നമ്മൾ ദുനിയാവിൽ ദിക്റുലും മൗറാദിലുമായി അങ്ങനെ കഴിഞ്ഞു. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കൃത്യമായി നമസ്കാരത്തിന് എത്തി, നിസ്കാരത്തിലുള്ള ഓതലുകൾ ഓതി, നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ദിക്റുകൾ നമ്മൾ ചൊല്ലി, ദിക്റുകൾ നനച്ച് അങ്ങനെ നാവിന് അവസാനം എത്തുമ്പോൾ മലക്ക് വന്നിട്ട് ഇതാ കലിമ ചൊല്ലിത്തരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, മുഹമ്മദുർ റസൂലുള്ളാഹ് പറ, പറഞ്ഞവനെ കൊണ്ട് ചെയ്യും. ചെയ്താലോ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആർക്കൊരുവന് സൗഭാഗ്യം ലഭിച്ചോ അവൻ സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒന്നാമത്തെ മലക്ക് മൂന്നാമതായവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, എവിടെ പോയടാ നിന്റെ ആരോഗ്യം, എവിടെ പോയടാ നിന്റെ നാവ്? തീർന്നില്ല, തീർന്നില്ല. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന അഹ്ലുക വഖറാബതുക وما أوحشك منهم الأوم، وما أوحشك منهم الأوم. നിന്റേതാകുന്ന ആരോഗ്യം എവിടെ പോയി എന്ന് ചോദിച്ച മലക്ക്. രണ്ടാമതായി നിന്റെ നാവിനെ അശക്തമാക്കിയത് എന്താണെന്ന് ചോദിച്ച മലക്ക്. മൂന്നാമതായി നിന്നോട് ചോദിക്കുകയാണ്, ഐന അഹ്ലുക വഖറാബതുക. ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ മകനാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മാതാപിതാക്കളാണ്, ഇതെന്റെ കുടുംബാദികളാണ്. ഇവരെ തൊട്ടാൽ ഞാൻ കൈവെട്ടും, ഇവരെ ചീത്ത വിളിച്ചാൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒച്ച വെച്ചതാകുന്ന നിന്റെ മക്കൾ എവിടെ പോയി? ഭർത്താവ് എവിടെ പോയി? നിന്റെ ഭാര്യ എവിടെ പോയി? നിന്റെ കുടുംബാദികൾ എവിടെ പോയി? ഐനാഹുലുക വഖറാബതുക. നിന്റെ കുടുംബക്കാരെവിടെ പോയടാ? നിന്റെ കൂട്ടുകാരെവിടെ പോയടാ? നിന്റെ സഹോദരങ്ങൾ എവിടെ പോയടാ? വമാ
ഔഹശക മിൻഹുമുല്ലോ. അവരെല്ലാവരും ഇന്നേ ദിവസം ഇതാ നിന്നെ ഒറ്റക്കിട്ടില്ലയോ, നിന്നെ ഒറ്റക്കാക്കിയതെന്താണ്? ഏത് ദിവസവും നീ പാതിരാത്രി സമയത്ത് ഇശാ നമസ്കരിച്ചിട്ട് നിന്റെ വാപ്പയോടും ഉമ്മയോടും സലാം പറഞ്ഞുകൊണ്ട് നീ റോഡിലേക്ക് ഇറങ്ങുമായിരുന്നില്ലയോ? മഗ്‌രിബ് മുതൽ 12 മണി വരെ സമയം വരെ മൗലങ്ങാടിയിലോ പരിസര പ്രദേശത്തോ കൂട്ടുകാരും ഒന്നിച്ച് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിക്കൊണ്ട് സമയങ്ങളിൽ നീ ചെലവഴിച്ചവനല്ലയോ? ഇന്ന് നിന്റെ കൂട്ടുകാരെവിടെ പോയടാ? വമാ ഔഹശക മിൻഹുമുല്ലോ. മരിക്കാൻ സമയമായ ഈ വേളയിൽ നിന്റെ കൂട്ടുകാര് നിന്റെ കൂടെയില്ല, നിന്റെ സഹോദരങ്ങൾ കൂടെയില്ല. അവരെല്ലാവരും ഇന്നിതാ വെന്റിലേറ്ററിന്റെ വെളിയിലാണ്, ICUവിന്റെ വെളിയിലാണ്. അവർ വെളിയിൽ നിൽക്കുകയാണ്, അവർ പൊട്ടിക്കരയുകയാണ്. കാര്യമില്ല പൊന്നുമോനെ, കാര്യമില്ല. നീ ജീവിതത്തിൽ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിനക്ക് രക്ഷയുള്ളത്, നിനക്ക് രക്ഷയുള്ളത്. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈവായി പ്രഭാഷണം കേൾക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? എന്താണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ആ മക്കൾക്ക് വേണ്ടി പ്രായാധിക്യം ചെന്നതാകുന്ന സമയം വരെയും അധ്വാനിക്കുന്ന പ്രവാസികളെ, പ്രവാസികളാകുന്ന സഹോദരങ്ങളെ, ഈ കാലം അത്രയും നിങ്ങൾ നമസ്കരിക്കാതെ പള്ളിയിലെ ബാങ്ക് വിളിച്ചു ഷട്ടർ കടയിൽ നിന്ന് താഴ്ത്താൻ പോകുമ്പോ വീണ്ടും അതാ ഒരു കസ്റ്റമർ വന്നാൽ കടയിലെ ഷട്ടർ പൊക്കിയിട്ട് വീണ്ടും 10 മിനിറ്റോളം കച്ചവടം ചെയ്യുന്നതാ എന്ന സഹോദര, നിന്റെ നീയത്തിന്റെ പൊന്നുമോന്റെ ക്ലാസിന്റെ ട്യൂഷൻ ഫീസ് അടക്കണം, അവന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. എന്റെ പൊന്നുമോന് സ്കൂളിലെ ഫീസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ഷട്ടർ ഒന്ന് തുറന്നാൽ ആരെങ്കിലും ഒരാൾ കടന്നു വന്നാൽ അദ്ദേഹം ഒരു 10 റിയാലിന്റെ എന്തെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് കൊണ്ടുപോയാൽ അതെന്റെ പൊന്നുമോന്റെ വിദ്യാഭ്യാസത്തിന് ഗുണകരമാകുമെന്ന് കരുതിക്കൊണ്ട് കട തുറന്നു വെച്ചതായ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്താണ് നിങ്ങൾക്ക് കിട്ടുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിടന്നു പറഞ്ഞു പോകുന്ന മാതാപിതാക്കൾ അവസാനമായിട്ട് അവരുടെ മുന്നിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്നത് 3 വസ്തുക്കളാണ്, 3 വസ്തുക്കളാണ്. ഇന്ന ബിന ആദം ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമി ദുനിയാ വ അവ്വലു യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ. ഈ ദുനിയാവിൽ നിന്ന് അവസാനത്തെ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ, അഥവാ മരണാസന്നമായ വേള എത്തിക്കഴിഞ്ഞാൽ, വഅവ്വലു യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ, ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അഥവാ മരിക്കുന്നതിന്റെ അവസാനത്തെ ഡേറ്റ് എത്തുമ്പോ മുസ്സില ലഹു മാലുഹു വവലദുഹു വഅമലുഹു. 3 വസ്തുക്കളെ ഇതാ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ. നാട്ടിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് ഗൗരവമായി ഒന്ന് ചിന്തയിലെടുക്കണേ. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, കൊമ്മന ഉസ്താദിന്റെ വചനമല്ല, ഇരിക്കുന്ന ഉലമാക്കളുടെ വാക്കല്ല, ഇത് അള്ളാന്റെ റസൂലിന്റെ വചനമാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മരിക്കാൻ കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിലേക്ക് ഇതാ 3 വസ്തുക്കളെ കൊണ്ടുവരുകയാണ്. ഒന്നാമതായി അള്ളാഹു കൊണ്ടുവരുന്നത് അവൻ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പത്താണ്. അവൻ അറേബ്യൻ നാട്ടിൽ കൊണ്ടുവന്ന ഗ്രോസറികളും, അവൻ ഒരുമിച്ച് കൂട്ടിയ ഷോപ്പിംഗ് മാളുകളും, അവൻ ഒരുമിച്ച് കൂട്ടിയ സ്വർണ്ണ നാണയങ്ങളും, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുത്ത ആഭരണങ്ങളും ആലഭാരങ്ങളും അടക്കം അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. ദുനിയാവിൽ അവന്റെ സമ്പാദ്യമാകുന്ന വീട്, അവന്റെ സമ്പാദ്യമാകുന്ന വാഹനം, അവന്റെ സമ്പാദ്യമാകുന്ന സർവ്വതും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മരിക്കാൻ നിൽക്കുന്ന വേളയാണ്, അവസാന സമയമാണ്, അവസാന ശ്വാസം നിലയ്ക്കുന്ന സമയമാണ്. അവന്റെ മുന്നിൽ കൊണ്ടുവന്ന് സർവ്വ സമ്പാദ്യങ്ങളെയും നിർത്തുമ്പോ മരിക്കാൻ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ചോദിക്കുകയാണ്, ഇന്നീ കുന്തു അലൈക്കും ഹരീസാ വലക്കും ശഹീഹാ. അല്ലയോ സമ്പത്തേ, സമ്പത്തേ, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത്, അറബ് നാട്ടിൽ ഞാൻ കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. പൊരുവയലെ തന്നെ ശരീരത്തിന്റെ ചോര നീരാക്കി പണിയെടുത്തത് നിനക്ക് വേണ്ടിയാണ്. സമ്പത്തേ, സമ്പത്തേ, നീ എനിക്ക് വേണ്ടി എന്ത് നൽകുമെന്ന് അവൻ വിളിച്ചു ചോദിക്കുമ്പോ അവനോട് വിളിച്ചു പറയുകയാണ്, സമ്പത്ത് പറയുകയാണ്, ഖുദ് മിന്നീ കഫനക
അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ, നീ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നത് 3 തുണി കഫൻ പുടവ മാത്രമാണ്. കേവലം 1000 1500 രൂപയുള്ളതാകുന്ന കഫൻ പുടവ അത് മാത്രമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളറുകൾ സ്വന്തമായിട്ടുള്ള സഹോദര, നിനക്കിതാ ഖബറിലേക്ക് പോകുമ്പോ ഇതാ സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ നിന്റെ സമ്പത്ത് പറയുകയാണ്, നിനക്കിതാ ഞങ്ങൾ നൽകുന്നത് നീ പിടിക്കടാ. 3 തുണി കഫൻ പുടവയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നൽകുകയില്ല. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്. ഉടനെ അവന്റെ മുന്നിലേക്ക് അല്ലാഹു കാണിക്കുകയാണ്, അവന്റെ പ്രിയപ്പെട്ട മൂത്ത മകൻ, അവന്റെ ഇളയ മകൻ, അവന്റെ ഇളയ പെണ്ണുകള്, അവന്റെ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് കാണിക്കുകയാണ്. എല്ലാവരെയും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് രൂപപ്പെടുത്തുകയാണ്. ഒരു സ്വപ്നം എന്നതുപോലെ മരിക്കാ കിടക്കുന്നവന്റെ അവസാനത്തെ ഡേറ്റിൽ അവന് കാണുമത്രേ. ഉടനെ മക്കളോട് ചോദിക്കുകയാണ്, ഇന്നീ കുന്തു അലൈക്കും ശഫീഖാ വലക്കും മുഹാമിയാ. അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് വാപ്പ കഷ്ടപ്പെട്ടത്, നമസ്കാരങ്ങളെ പോലും ബന്ധിച്ചത്, നോമ്പുകൾ പോലും പിടിക്കാതിരുന്നത്, ഈ പ്രായാധിക സമയത്ത് പോലും വിസ തരൂല എന്ന് പലരും പറഞ്ഞിട്ട് പോലും ഒരു ടാക്സി ഡ്രൈവറായിട്ടെങ്കിലും ഒരു അറബിയുടെ വീട്ടില് എന്റെ പ്രിയപ്പെട്ട പൊന്നമോന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാൻ, അവന്റെ ഫീസ് ഒന്ന് അടയ്ക്കാൻ, MBBS ഒന്ന് പഠിപ്പിക്കാൻ, എഞ്ചിനീയർ ഒന്ന് പൂർത്തീകരിക്കാൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നമോളുടെ വിവാഹം ഹൈറായ നിലയിൽ നടക്കാൻ വേണ്ടി ഞാനിതാ എങ്ങനെയെങ്കിലും വന്നുകൊണ്ട് അടിമപ്പണി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അറബിയുടെ കാല് പിടിച്ചുകൊണ്ട് വിസ എടുത്തുകൊണ്ട് ഗൾഫിൽ പോയി പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ മരണാസന്നനാകുന്ന വേളയിൽ പൊന്നുമക്കളോട് കെഞ്ചി അപേക്ഷിക്കുകയാണ്, ഇന്നീ കുന്തു അലൈക്കും മുഹാമിയാ. മക്കളെ ദുനിയാവിൽ ഒരു കഴുകന്റെ കണ്ണുപോലെ സ്പർശിക്കാതെ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് നടന്ന പ്രിയപ്പെട്ട ഉപ്പയല്ലയോ. അതുകൊണ്ടല്ലയോ സ്കൂളിലേക്ക് നിങ്ങൾ പോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരാനും ഒരു വാഹനത്തെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി സെപ്പറേറ്റ് ഈ വാപ്പ ഏർപ്പാട് ചെയ്തത്. വാപ്പയുടെ കയ്യിൽ പണമുണ്ടായിട്ടല്ല, കാരണം അന്യപുരുഷന്മാരുമായി ചങ്ങാത്തം വേണ്ട എന്നുള്ള ചിന്തയാണ്. അങ്ങനെ പാവപ്പെട്ട ഉപ്പ കഴുകന്റെ കണ്ണിൽ നിന്ന് പോലും കാത്തു സംരക്ഷിച്ച പൊന്നുമോള് ആ പൊന്നുമോളോട് ചോദിക്കുമ്പോ, എന്താണ് ഈ വാപ്പ മരിക്കാൻ പോകുന്ന നേരത്ത് നിങ്ങൾക്ക് നൽകാനുള്ളതെന്ന് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മക്കള് വിളിച്ചു പറയും അത്രേ, ഇലാ ഹുഫറതിക വനുവാരി. അല്ലയോ പ്രിയപ്പെട്ട ഉപ്പാ ഉമ്മ, നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുന്ന കാര്യം ഞങ്ങളെ തോപ്പാ, ഞങ്ങളെ തോമ്മ. പരങ്ങാനത്തുള്ള പ്രവാസികളെ സഹിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട ഉമ്മ? നീ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ, നിന്റെ കാതിൽ കിടക്കുന്ന അലിക്കത്തുകൾ, അത് മക്കൾക്ക് വേണ്ടി ഊരി കൊടുക്കാനും നീ തയ്യാറായതാണ്. നിന്റെ സമ്പത്ത് മുഴുവനും നിന്റെ വീട് മുഴുവനും ജപ്തി ചെയ്താലും പ്രശ്നമില്ല, എന്റെ പൊന്നുമോന്റെ കിഡ്നിയുടെ സ്റ്റോൺ എന്ന് മാറ്റണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞതാകുന്ന ഉമ്മയല്ലയോ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ സമ്പാദ്യവും സ്വന്തം ശരീരത്തിലെ ഒരു കിഡ്നി എടുത്തു കൊടുത്താൽ പോലും എനിക്ക് ജീവിക്കണ്ട റബ്ബേ, എന്റെ പൊന്നുമോന് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന പാവപ്പെട്ട ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ഇതാ മക്കൾ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നുഅദ്ദീക ഇലാ ഹുഫറതിക വനുവാരി. ഞങ്ങൾക്ക് നൽകാനുള്ളതൊന്നു മാത്രമാണ്. നിങ്ങളെ കൊണ്ടുപോയി പരങ്ങാനം ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കുന്ന കാര്യം ഞങ്ങളെ തൂപ്പ, അടക്കുന്ന കാര്യം ഞങ്ങളെ തൂമ്മ. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മോശപ്പെട്ട മക്കളാണിവർ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ മക്കളെ സാലിഹീങ്ങളാകണം, അതാണ് ഞാൻ പറഞ്ഞത്, ദീനിലേക്ക് അടുപ്പിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാലിഹീങ്ങളാകുന്ന മക്കളാണെങ്കിലോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കടത്തുമ്പോ ഇന്നർ റജുല ഇദാ ദഖല ജന്നതഹു, ഒരു മനുഷ്യൻ അവൻ സ്വർഗത്തിലേക്ക് എത്തുമ്പോ സുഇല അൻ നബവൈഹി, സ്വന്തം വാപ്പായും ഉമ്മയും ചോദിക്കും, എന്റെ വാപ്പായും ഉമ്മയും കാണുന്നില്ലല്ലോ, സ്വർഗത്തിൽ കാണുന്നില്ലല്ലോ, അവൻ ചോദിക്കും. മക്കള് നല്ല മക്കൾ, അല്ലാഹു നമ്മളെ അത്തരത്തിലുള്ള സ്വാലിഹീങ്ങളാവുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ.
ഉറക്കാമി പറയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന റജുല ഇദാ ദഖല ജന്നതഹു സഅല നബവൈ, സ്വർഗ്ഗത്തിലേക്ക് കടന്നിട്ടവൻ ചോദിക്കുകയാണ് എൻ്റെ വാപ്പ എവിടെ, ഉമ്മ എവിടെ? ഫയുഖാലു ലഹു, അവരോട് പറയപ്പെടുമത്രേ ഇന്നഹും ലം യബ്ലുഗു ദറജതക വമാമിലു അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ അമലിനോളം അവർ ചെയ്തിട്ടില്ല, അവർ കൃത്യമായ അമലുകൾ ചെയ്യാത്തവരാണ്, നിന്റെ ദറജയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്ന് ഈ മകനോട് പറയുമ്പോ, പരിശുദ്ധമായ ഖുർആൻ നല്ല രീതിയിൽ ഓതി പഠിച്ച മനുഷ്യനാണ്, ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിള, ദീനിന്റെ വഴിയിലൂടെ ജീവിച്ച മനുഷ്യനാണ്, കൃത്യമായ ഖുർആൻ പാരായണം ചെയ്ത പൊന്നുമോനാണ്, നമസ്കാരങ്ങളെ ചിട്ടവെച്ച പൊന്നുമോനാണ്, കൃത്യമായി നോമ്പ് പിടിച്ച പൊന്നുമോനാണ്. ആ പൊന്നുമോൻ ഉടനെ പറയും അത്രേ ഇന്നി ഖദ് അമിൽതു ലീ വലഹും യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ അമൽ ചെയ്തത് എനിക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കുടുംബാദികൾക്ക് വേണ്ടിയാ, അതുകൊണ്ട് അവരെ കൂടി എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാതെ ലാ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അല്ലാഹുവിനോട് ശപഥം ചെയ്തുകൊണ്ട് മക്കൾ പറയും.